ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു വലിയൊരു സൈസ് പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സവോള എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചെറിയൊരു സൈസാണ് ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് ചെയ്യാനുള്ള മസാല ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നല്ലോണം ഒന്ന് കുക്കായി വരണം. വന്നതിന് ശേഷം ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവോള നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഈ മസാലകളെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയും ഈ പൊട്ടറ്റോ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തരാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മസാലയാണ്. അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ബ്രെഡ് ഒന്ന് ബട്ടർ ഇട്ട് കൊടുത്ത് 2 വശവും ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൊരിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതിയാകും. കാരണം ഇതിലേക്ക് മസാല ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും, അതുകൊണ്ടാണ്. മറുവശത്തു കൂടി ബട്ടർ തേച്ച് കൊടുക്കാം. ഒരു വശം ഒന്ന് റെഡിയായി വന്നതിന് ശേഷം മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും റെഡിയാക്കി എടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ ഒരു വശത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ ഇതുപോലെ തേച്ച് കൊടുത്താൽ ബ്രെഡ് സോഫ്റ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ മസാല തേച്ച് കൊടുത്താൽ പൊട്ടിയൊന്നും പോകത്തില്ല. നല്ല അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും റെഡിയാക്കി എടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ബ്രെഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചീസ് കൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ബ്രെഡ് ഇതുപോലെ വെച്ച് അതിൻ്റെ മേളിൽ കൂടി ഒരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേളിൽ കൂടി ഒരു ബ്രെഡ് കൂടി കമഴ്ത്തി വെച്ച് ഇതൊന്ന് മൂടി വെച്ച് ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിമിൽ നല്ല ലോ ഫ്ലെയിമിൽ വേണം വെച്ചേക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കുക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ചീസ് മെൽറ്റ് ആവുന്നത് വരെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മറുവശം ഒന്നുകൂടി തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടി ഇതുപോലെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ട്, നല്ല ഒരുപാട് ക്രിസ്പി അല്ല എങ്കിലും ഒന്ന് ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു. ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി ഫില്ലിങ്സ് കാണിച്ചു തരാം. ചീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് വയറ് ഫില്ലാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഉൾവശം ഇങ്ങനെയാണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായിട്ടുള്ള റെസിപ്പി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക്